നീണ്ടുപോകുന്നത് വരും ദിവസങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അവതാളത്തിലാക്കും. ഇതിനിടെയാണ് ഇറാനിൽ കരയുദ്ധത്തിന് US തയ്യാറെടുക്കുന്നത്. ഒരു ഭാഗത്ത് ഇറാനുമായി കരാറിലെത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് മറുഭാഗത്ത് വൻ സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. അമേരിക്കയെ കടത്തിലേക്ക് തള്ളിവിടുന്ന ട്രംപിനെതിരെ സ്വന്തം രാജ്യത്ത് തന്നെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ തള്ളിയ ഇറാൻ തങ്ങളുടെ മണ്ണിൽ കാലുകുത്തുന്നത് US-ന് കനത്ത തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പറയുന്നത് അമേരിക്കയ്ക്ക് മിസൈൽ ഇനത്തിൽ നഷ്ടമായിരിക്കുന്നത് 3040 കോടി രൂപയാണ്. വ്യോമ പ്രവർത്തനങ്ങൾക്ക് 2327 കോടിയും നാവിക പ്രവർത്തനങ്ങൾക്ക് 1472 കോടിയും, മിസൈൽ പ്രതിരോധ ഇനത്തിൽ 902 കോടിയും, രഹസ്യാന്വേഷണത്തിന് 425 കോടിയും, സൈനിക സന്നാഹത്തിന് 285 കോടിയും നഷ്ടമായിട്ടുണ്ടെന്ന് പറയുന്നു. ഹോർമൂസ് അടച്ചത് വഴിയുള്ള നഷ്ടം തിട്ടപ്പെടുത്താനും ആയിട്ടില്ല. ഇതോടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായ അവസരത്തിലാണ് തന്ത്രപ്രധാന ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാലും ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സൈനിക നീക്കത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് യുദ്ധം 4 മുതൽ 6 ആഴ്ച എന്ന തങ്ങളുടെ പ്രതീക്ഷ സമയപരിധിക്കപ്പുറം അനന്തമായി നീളാൻ കാരണമാകുമെന്ന് ട്രംപും സഹായികളും വിശ്വസിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധവിരാമത്തിനായി താൻ സമർപ്പിച്ച 15 നിർദ്ദേശങ്ങളിലടക്കം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുമെന്ന് ഫിനാൻഷ്യൽ ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിൽ 3500 US സൈനികർ കൂടി എത്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയുമായി നേരിട്ടോ അല്ലാതെയോ യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്നുവെന്ന വാഷിംഗ്ടണിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. യുദ്ധം 31 ദിവസം പിന്നിടുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായിട്ടില്ലെന്ന് വക്താവ് ഇസ്മയിൽ ഖമേനി വ്യക്തമാക്കി.